ദ ബ്രസ്റ്റ് സ്റ്റോറീസ് ബൈ മഹാശ്വേത ദേവി. അതിൽ ബ്രസ്റ്റ് ഗിവറാണ് നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി. ഓക്കെ, അപ്പം മഹാശ്വേത ദേവി ഒരു പോപ്പുലർ ലിറ്ററി റൈറ്ററാണ്, ബംഗാളി റൈറ്ററാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ആൻഡ് ഓൾസോ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അവർ 2016 മരിച്ചത്. ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി ട്രൈബൽ പീപ്പിളിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ഒരു റൈറ്ററായിരുന്നു. ആരെന്ന് പറയുന്നത് മഹാശ്വേത ദേവി. സോ എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ, ജെൻഡർ ഇഷ്യൂസ്, ക്ലാസ് ഇനിക്വാളിറ്റി, റിച്ച് പുവർ ഡിവിഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇതൊക്കെയായിരുന്നു അവരുടെ റൈറ്റിങ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ദ്രൗപദി വരുന്നുണ്ട്, അതുപോലെ തന്നെ മദർ 1084 വരുന്നുണ്ട്, പിന്നെ സ്തനദായിനി എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഗിവർ, ബ്രസ്റ്റ് സ്റ്റോറീസ് ആണ്. അതിനകത്ത് ബ്രസ്റ്റ് ഗിവർ എന്നുള്ളതാണ് സ്തനദായിനി. ഓക്കെ, ബ്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. അതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രസ്റ്റ് ഗിവർ അഥവാ സ്തനദായിനി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ഗിവർ ഓർ സ്തനദായിനി ഒരു പവർഫുൾ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ്. ജശോദ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ സ്റ്റോറിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ജശോദ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെറ്റ് നേഴ്സാണ്. വെറ്റ് നേഴ്സ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്, അതായത് അതൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് ഇവർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുമൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, വേറെ ഇവരുടെ വീട്ടിലെ അല്ല, വേറെ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഫീമെയിൽ ബോഡിയുടെ എക്സ്പ്ലോയിറ്റേഷൻ, മദർഹുഡ് എന്ന് പറയുന്ന ഒരു ലേബറായിട്ട് എങ്ങനെ മാറുന്നു, ക്ലാസ് ആൻഡ് ജെൻഡർ ഒപ്രഷൻ എങ്ങനെ വരുന്നു, ഈ 3 കാര്യങ്ങളാണ് ഈ സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രസ്റ്റ് സ്റ്റോറീസ് എന്നുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനകത്ത് ബ്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സിമ്പൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷനായിട്ട് മാറുന്നത്, അതേ തീം തന്നെയാണ് ഏതിനകത്തും വരുന്നത്, നമുക്ക് പഠിക്കാനുള്ള ബ്രസ്റ്റ് ഗിവർ എന്നുള്ള ഷോർട്ട് സ്റ്റോറിക്കകത്തും വരുന്നത്. അപ്പം ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇവർ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ജശോദയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ പുവറായിട്ടുള്ളൊരു ഫാമിലിയിലാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് കങ്കാളി ചരൺ. അയാളൊരു പുവർ ബ്രാഹ്മണാണ്. സോ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഹസ്ബൻഡ് ഡിസേബിൾഡ് ആവുകയാണ്, അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ജശോദ ഫോഴ്സ്ഫുള്ളായിട്ട് ഫാമിലിയിലെ ബ്രെഡ് വിന്നറായിട്ട് മാറുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, വെൽത്തി ഹൗസ് ഹോൾഡ്, അതായത് ഹൽദാർ ഫാമിലി പോയി ചെന്നിട്ട് വെൽത്തി ഹൗസ് ഹോൾഡിൽ പോയിട്ട് ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണ് വെറ്റ് നേഴ്സായിട്ട്. അതായത് അവരുടെ കുട്ടികളെ, റിച്ച് ആയിട്ടുള്ള ഈ ഹൽദാർ ഫാമിലിയിലെ കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് വെറ്റ് നേഴ്സായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികളെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. സോ അവരൊരു പ്രൊഫഷണൽ മദറായിട്ട് മാറുവാണ്, ജോലിക്ക് വേണ്ടി ഒരു അമ്മയായി മാറിയ ഒരു സ്ത്രീ. അപ്പോൾ ജശോദ റിപ്പീറ്റഡ് ആയിട്ട് അതായത് പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ലാക്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇവർക്ക് പാല് കൊടുക്കാൻ പറ്റുന്നത് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ചാൽ ഇവർ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തുടരെ. അവരുടെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, ഹൽദാർ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, പിന്നെ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രന് പോലും ഇവർ പാല് കൊടുക്കുന്നുണ്ട്. സോ അവരുടെ ബോഡി ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ് ഇവിടെ. ഈ ഹൽദാർസ് ഇവരെ വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ഒബ്ജക്റ്റ് പോലെയാണ് കാണുന്നത്. പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ, അല്ലാതെ വാല്യുബിൾ ആയിട്ടൊന്നും കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് പാലുണ്ടല്ലോ, സോ ആ ഒരു റെസ്പെക്റ്റ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ എന്ന് ഇവരെ പല രീതിയിലൊക്കെയാണ് ഇവർ വിളിക്കുന്നത്. അല്ലാതെ അവർക്ക് വേറെ കെയറോ ഡിഗ്നിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രന് പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ, അതേ ഉള്ളൂ. ഓവർ ടൈം അവരുടെ ബോഡി വീക്കനാവുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ഇവർക്ക് വരുവാണ്. അപ്പോൾ അതായത് അവർക്ക് സോഴ്സ് ഓഫ് മണി കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇൻകം ആയിക്കൊണ്ടിരുന്ന ആ ഒരു ഓർഗൻ തന്നെയാണ് അവരെ സഫറിങ്ങിലോട്ട് കൊണ്ടുപോകുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു, അങ്ങനെ അവരെന്താണ് വയ്യാതാവുന്നു. ഇപ്പോൾ വയ്യാതാവുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ പിന്നെ പാല് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഹൽദാർ ഫാമിലി അവരെ അബാൻഡൻ ചെയ്യുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഹസ്ബൻഡ് പോലും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഷീ ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. അപ്പോൾ ജശോദ നെഗ്ലക്റ്റിലും പെയിനിലും ആരും നോക്കാനും കാണാനും ഇല്ലാതെ അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. അവരൊരു എക്സ്പ്ലോർഡ് ലേബർ, അതായത് എക്സ്പ്ലോയിറ്റഡ് ലേബറായിട്ട് അവരെ അവസാനം അവരെന്ത് ചെയ്യാണ്, മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോറി. അപ്പോൾ ജശോദയാണ് ഇതിനകത്ത് സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത്. സെൽഫ് സാക്രിഫൈസ്ഡ് ആണ്, അവർ ഹാർഡ് വർക്കിംഗ് ആണ്. മദർഹുഡിൻ്റെയും എക്സ്പ്ലോയിറ്റേഷൻ്റെയും സിമ്പലാണ് ജശോദ.
അവർ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ബോഡി സൊസൈറ്റി എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു. ഈ കങ്കാളി ചരൺ എന്ന് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ അവസാനം ഇവരെ ഉപേക്ഷിക്കുന്നുണ്ട്. അയാളൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടും ഈ ആക്സിഡൻറ്റിന് ശേഷം ഇയാൾ പിന്നെ വൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഒരു പാസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അയാളും എന്താണ് പേട്രിയാർക്കിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവസാനം അവർ യൂസ്ഫുൾ അല്ലാതെ യൂസ്ലെസ് ആയി വരുമ്പോൾ മക്കളും ഇയാളും ഹസ്ബൻഡ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഹൽദാർ ഫാമിലി വളരെ വെൽത്തി ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. അവർ അപ്പർ ക്ലാസ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഇവിടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്ന മദർഹുഡിനെയും നറിഷ്മെൻറ്റിനെയും ലേബറിനെയും എക്സ്പ്ലോയിറ്റേഷനെയാണ്. അതൊരു കമ്മോഡിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജശോദയെ അമ്മ എന്ന് വിളിക്കുന്നത് ആ ഒരു സെൻസിലല്ല. പാൽ എത്രമാത്രം കിട്ടുന്നോ അല്ലെങ്കിൽ കൊടുക്കുന്നോ ആ അത്രയും സമയം വരെയുള്ള അവർ അമ്മയായിട്ട് മാറുന്നത്. ഒരുപാട് പേരെ ഇവർ നർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇവരെ ആരും നോക്കാനും കാണാനും ഇല്ലാതെ നെഗ്ലക്റ്റഡ് ആയിട്ടാണ് ഇവർ മരിക്കുന്നത്. സോ അത് സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയാണ്. പിന്നെ ഇതിനൊരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എന്താണ് അവരുടെ ബയോളജിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണ്. ഫീമെയിൽ ബോഡി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. സ്ത്രീകളുടെ ലേബറിനെ അല്ലെങ്കിൽ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ജശോദയുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലേബർ പവറാണ്. ഹൽദാർ ഫാമിലി അവരുടെ ബോഡി ഒരു റിസോഴ്സ് പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബോഡി ഇവിടെ യൂസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അവസാനം ഡിസ്ട്രോയ് ചെയ്യുന്നു. സൊസൈറ്റിയാണ് ഫീമെയിൽ ബോഡിയെ എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇവിടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുടെ എക്സ്പ്ലോയിറ്റേഷൻ, സ്ത്രീകളുടെ ബോഡിയുടെ എക്സ്പ്ലോയിറ്റേഷൻ, മദർഹുഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. റിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പുവറിനെ അല്ലേ. തിരിച്ചു പക്ഷേ അവർക്കൊരു കെയറും കിട്ടുന്നില്ല, ഡിഗ്നിറ്റിയും ഇല്ല. സ്ത്രീകളെ മദർ അല്ലെങ്കിൽ കെയർ ഗിവർ എന്നുള്ളൊരു റോളിലോട്ട് മാത്രം ചുരുക്കി വയ്ക്കുന്നു. സൊസൈറ്റി എന്ത് ചെയ്യാണ്? മദർഹുഡിനെ പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. ജശോദയുടെ ഐഡൻറ്റിറ്റി എന്തായിട്ട് മാറുവാണ്? ഒരു വെറ്റ്നേഴ്സ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ബോഡിയിലോട്ട് മാത്രം റെഡ്യൂസ്ഡ് ആവുന്നു. അവർ സാക്രിഫൈസ് ചെയ്തിട്ടും അവസാനം അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നെഗ്ലക്റ്റഡ് ഡെത്താണ് അവർക്ക് സംഭവിക്കുന്നത്. സോ ഇതിനെ ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടുത്തെ സിമ്പൽ എന്ന് പറയുന്നത് ബ്രസ്റ്റാണ്. ഓക്കെ, പേട്രിയാർക്കിയും അപ്പർ ക്ലാസ് പീപ്പിളിനെയും ഒക്കെ എന്താണ് ഇതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റൈറ്റർ എഴുതിയിരിക്കുന്നത്.